നമസ്കാരം. ഇന്ന് കുട്ടനാട്ടിലൂടെ ഒരു ബോട്ട് യാത്രയാവാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. ഇപ്പം ജലഗതാഗത വകുപ്പിൻ്റെ ഒരു ബോട്ടാണ് ഈ കിടക്കുന്നത്. ഇത് കുട്ടനാട് കാണാൻ വേണ്ടി മാത്രമുള്ള ഒരു ബോട്ടാണ്. 5 മണിക്കൂർ കണ്ടിന്യൂസ് യാത്രയാണ്. അതിലൊരു അരമണിക്കൂർ പാതിരാമണലിൽ നിർത്തും, അത്രയേ ഉള്ളൂ. അതിനു മുൻപ് കുടുംബശ്രീയുടെ ഒരു ഫുഡ് നമുക്ക് സെർവ് ചെയ്യും. ഇപ്പോൾ കുട്ടനാട്ടിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം കുട്ടനാട് എന്താണ്, അതിൻ്റെ സൗന്ദര്യം എന്താണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. എന്നാൽ കുട്ടനാട് വേറൊരു മുഖമുണ്ട്. മഴക്കാലത്ത് മുഴുവൻ എന്താ പറയുന്നത് സമുദ്രം പോലെ ഇങ്ങനെ നിറഞ്ഞു കിടക്കും. അപ്പോഴുള്ള കുട്ടനാട്ടുകാരുടെ ദുരിതം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാന വരുമാനമാണ് ടൂറിസം എന്ന് പറയുന്നത്. അപ്പം എന്തായാലും ഞാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. നിങ്ങളും തീർച്ചയായും പോകണം. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാണാത്തവർക്ക് കുട്ടനാട് എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ സഹായിക്കും. തീർച്ചയായിട്ടും നമുക്ക് കുട്ടനാടൊന്ന് കറങ്ങിട്ട് വരാം. ഒരു കായൽ യാത്രയ്ക്ക് ഒരുങ്ങി ഞാൻ രാവിലെ 10 മണിക്ക് ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിനടുത്തുള്ള പ്രധാന ബോട്ട് ജെട്ടിയിലെത്തി. അവിടെ നെടുമുടിക്കുള്ള ബോട്ട് യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുന്നു. കുട്ടനാട്ടിലേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന വേഗ എന്നൊരു ബോട്ടും കിടപ്പുണ്ട്. വേഗ ബോട്ട് സംസ്ഥാന വാട്ടർ ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ വകയാണ്. നിറയെ പ്രൈവറ്റ് ബോട്ടുകൾ കനാലിന്റെ എതിർഭാഗത്ത് സഞ്ചാരികളെ കാത്തു കിടപ്പുണ്ട്. എനിക്ക് പോകാനുള്ള ബോട്ട് 1/2 കിലോമീറ്റർ അകലെയുള്ള മാതാ ജെട്ടിയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് നെടുമുടിക്കുള്ള സർവീസ് ബോട്ടിൽ കയറി അവിടെ ഇറങ്ങിക്കൊള്ളാൻ ടൂർ ഓഫീസർ പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തും മാതാ ജെട്ടിയിൽ ഇറങ്ങി. ഞങ്ങളെ ബോട്ട് അവിടെ കിടപ്പുണ്ടായിരുന്നു. ബോട്ടിൻ്റെ പേര് തന്നെ സി കുട്ടനാട് എന്നാണ്. ബോട്ടിന് മുകൾ ഭാഗത്ത് ബുക്കിംഗ് നമ്പരും വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. ബോട്ടിൻ്റെ അകം കാണാൻ ഭംഗിയുണ്ട്. സൗകര്യമുള്ള ഇരിപ്പിടങ്ങൾ, ഫാനുകളും പാട്ട് കേൾപ്പിക്കാൻ സൗണ്ട് സിസ്റ്റം ഉണ്ട്. താഴത്തെ ഫ്ലോറിലുള്ള സീറ്റിന് 400 രൂപയും അപ്പർ ഡെക്കിലെ സീറ്റിന് 500 രൂപയുമാണ് ഫീസ്. ചുറ്റുമുള്ള കാഴ്ചകൾ നിന്ന് കാണാൻ അപ്പർ ഡെക്കിൽ കുറേ ഭാഗം നീക്കി വെച്ചിട്ടുണ്ട്. താഴത്തെ നിലയിൽ 50 പേർക്കും മുകളിലത്തെ നിലയിൽ 40 പേർക്കും ഇരുന്ന് യാത്ര ചെയ്യാം, കാഴ്ച കാണാം. മുൻകൂട്ടി റിസർവ് ചെയ്യുന്നവർക്ക് മാത്രമേ സീറ്റ് ലഭിക്കുകയുള്ളൂ. ഇത് സർക്കാരിൻ്റെ 5 മണിക്കൂർ ഉള്ള യാത്രയാണ്. 11:45 സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആദ്യം പുന്നമടക്കായൽ, പിന്നെ വേമ്പനാട് കായൽ, പാതിരാമണൽ, കുമരകം, കുട്ടനാട്, അങ്ങനെ മൊത്തം 5 മണിക്കൂർ നീളുന്ന യാത്രയാണ്. പാതിരാമണലിൽ 1/2 മണിക്കൂർ സ്റ്റേ ഉണ്ട്. അതിന് മുമ്പ് ഭക്ഷണം ബോട്ടിലിരുന്ന് കഴിച്ചിട്ട് ഭക്ഷണ ശേഷമാണ് പാതിരാമണലിൽ 1/2 മണിക്കൂർ. ഞങ്ങൾ ബോട്ടിൻ്റെ ലോവർ ഡെക്കിലാണ് സീറ്റ് ഉറപ്പിച്ചത്. എനിക്കും എൻ്റെ ഫ്രണ്ട് വേണുവിനും കൂടി ടോട്ടൽ 800 രൂപ. രാവിലെ 11:45 തന്നെ ബോട്ട് പുന്നമടക്കായലിനെ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. ടോൺബിയാണ് ഡ്രൈവിംഗ് സീറ്റിൽ. അനൗൺസ്മെന്റ് സുരേഷിന്റെ ചുമതലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലിലൂടെ സഞ്ചരിച്ച്, വേമ്പനാട്ട് കായലിലൂടെ 1 മണിക്കൂർ സഞ്ചരിച്ച് വേമ്പനാട്ട് കായലിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സ്വാഭാവിക നദീജന്യ ദ്വീപായ പാതിരാമണൽ ദ്വീപിൽ എത്തിച്ചേരുന്നതാണ്. പെട്ടെന്ന് തന്നെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കാറുള്ള പുന്നമടയിലെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. 1952 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു തനിക്ക് വേണ്ടി നടത്തിയ വള്ളംകളിക്കിടെ ആവേശപൂർവ്വം നടുഭാഗം ചുണ്ടലിലേക്ക് ചാടിക്കയറി. തുഴക്കാർ അദ്ദേഹത്തെ കൊച്ചി വരെ കൊണ്ടുവിട്ടു എന്ന് ചരിത്രം. പുന്നമട കായലിന്റെ ചുറ്റുവട്ടത്ത് ഒരുപാട് ഹൗസ് ബോട്ടുകൾ സഞ്ചാരികളെ കാത്തുകിടപ്പുണ്ട്. ഇപ്പോൾ സീസണാണല്ലോ. ഹൗസ് ബോട്ടുകൾ ഓരോന്നിനും അവയുടെ ഗ്രേഡും സൗകര്യങ്ങളും അനുസരിച്ചാണ് ചാർജ് ഈടാക്കുന്നത്. യാത്രക്കാരിൽ പലരും സീറ്റ് വിട്ട് മുകളിലെ ഡെക്കിലേക്ക് വന്നു. ഇരുവശത്തുമുള്ള തെങ്ങിൻ തോപ്പുകൾക്കിടയിലൂടെ കായലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലിലേക്ക് കടന്നു. വേമ്പനാട്ട് കായലിനെ ആശ്രയിച്ച് ഒരുപാട് പേർ കഴിയുന്നുണ്ട്. മീൻ പിടിച്ചും കക്കവാരിയും ഉപജീവനം നടത്തുന്നവർ. ഇവിടെ ടൂറിസം നാട്ടുകാരുടെ പ്രധാന വരുമാന മാർഗമാണ്. ശിക്കാരി വള്ളങ്ങളിലും നാടൻ വള്ളങ്ങളിലും ചെറിയ ബോട്ടുകളിലും ഹൗസ് ബോട്ടുകളിലുമായി ടൂറിസം വളരുന്നു. മഴക്കാലം ഓഫ് സീസണാണ്. പ്രളയം കുട്ടനാടിനെ വിഴുന്നു. കുട്ടനാട്ടുകാർ ദുരിതത്തിലാകും.
പമ്പ, അച്ചൻകോവിൽ, മണിമല, മീനച്ചിൽ, മൂവാറ്റുപുഴ, പെരിയാർ എന്നീ 6 നദികളിലൂടെ വെള്ളം വേമ്പനാട്ട് കായലിലെത്തും. ഈ കായലിന്റെ വിസ്തൃതി മുമ്പ് എന്നത്തേക്കാളും കുറഞ്ഞു വരുന്നതായാണ് പഠനം തെളിയിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിന്റെ 2023 റിപ്പോർട്ടാണ് ഒടുവിലായി പുറത്തു വന്നത്. ഈ കായലിൽ മാത്രമല്ല, കേരളത്തിൽ എവിടെ നോക്കിയാലും പച്ചപ്പ് കാണാം. നമ്മുടെ എല്ലാവരുടെയും ജീവിതം വലിയ തിരക്കുള്ളതാണ്, അല്ലേ? അതിൽ നിന്ന് ഒരു ഇന്റർവെൽ എടുത്ത് ഇതുപോലുള്ള ചില യാത്രകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ മനസ്സിന് വലിയ സന്തോഷവും സമാധാനവും കിട്ടും. ഇവിടെയാണ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സായിയുടെ കായിക പരിശീലന കേന്ദ്രമുള്ളത്. കേരളത്തിന് അഭിമാനിക്കാവുന്ന അസംഖ്യം കായിക താരങ്ങളെ വളർത്തിയെടുക്കുവാൻ ഈ സ്പോർട്സ് പരിശീലന കേന്ദ്രത്തിനായിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയട്ടെ. എൻ്റെ ഈ വ്ളോഗ് ലോകം എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ട്രാവൽ വീഡിയോസ് ഉണ്ട്. നിങ്ങൾ തീർച്ചയായും അത് കാണണം. ഈയിടെ ഞാനിട്ട ഒരു വീഡിയോ എന്ന് പറയുന്നത് കൊച്ചിയിലെ സാഗരറാണി എന്ന് പറയുന്ന ഒരു ബോട്ട്, കടലിലേക്ക് പോകുന്ന ഒരു ബോട്ടിനെ കുറിച്ചാണ്. അത് രാവിലെയുണ്ട്, വൈകുന്നേരമുണ്ട്. ഈവനിങ് യാത്രയ്ക്കാണ് കൂടുതൽ ഡിമാൻഡ്. കാരണം വളരെ ഭംഗിയായി സൺസെറ്റ് കാണാമല്ലോ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു യാത്രയാണ്. താഴത്തെ ഡെക്ക് AC ആണ്, മുകളിലത്തെ ഡെക്ക് സൗകര്യമായിട്ട് കാഴ്ചകൾ കാണാൻ പാകത്തിനുള്ളതാണ്. അതിൽ 2 മണിക്കൂറാണ് യാത്ര. സ്നാക്സ് തരും. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. തീർച്ചയായിട്ടും അത് കാണണം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞങ്ങളുടെ ബോട്ടിനുള്ളിൽ ഒരു സ്നാക്ക് ഷോപ്പ് ഉണ്ട്. ഞാൻ അങ്ങോട്ട് നടന്നു. കുപ്പിവെള്ളവും സോഫ്റ്റ് ഡ്രിങ്ക്സും ഐസ്ക്രീമും ഒക്കെ ഇവിടെ കിട്ടും. ചാർജ് കൊടുത്താൽ മതി. അതിന് തൊട്ട് പുറകിലാണ് ലഞ്ച് ഏരിയ. അവിടേക്ക് ഫുഡ് എത്തിച്ചിട്ടുണ്ട്. കുടുംബശ്രീയാണ് ലഞ്ച് തയ്യാറാക്കി ബോട്ടിലെത്തിക്കുന്നത്. എവിടുന്നോ പാഞ്ഞു വന്ന ഒരു സ്പീഡ് ബോട്ട് കായലിൽ ചില അഭ്യാസങ്ങൾ കാണിക്കുന്നതുണ്ട്. സാഹസപ്രിയരായ യുവാക്കളുടെ ഇഷ്ടവിനോദമാണിതെന്ന് ബോട്ടിലെ സ്റ്റാഫ് പറഞ്ഞു. വേമ്പനാട്ട് കായൽ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുകയാണ്. പഴയ നാട്ടുരാജ്യമായിരുന്ന വെമ്പലനാട്ടിൽ നിന്നുമാണ് ഇതിന് വേമ്പനാട്ട് കായൽ എന്ന പേര് കിട്ടിയത്. ആലപ്പുഴയിൽ നിന്ന് ദേശീയ ജലപാത നാഷണൽ വാട്ടർ ഹൈവേ നമ്പർ 3യിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൊല്ലം മുതൽ വടക്ക് കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്നു. അവര് തീരെ പയ്യെ പോകുന്നത്. ഇത് നമ്മൾ ഒരുമാതിരി നല്ല സ്പീഡിൽ പോയിട്ട് 55 കിലോമീറ്റർ ഇങ്ങനെ കറങ്ങി കുട്ടനാട് കുമരകം എല്ലാം സഞ്ചരിച്ചിട്ട് കണ്ടിട്ടാണ് വരുന്നത്. അതായത് 2 പേര് വന്നാൽ അവർക്ക് ഊണിന് 100 രൂപ ഉള്ളൂ. 2 പേര് വന്നാൽ 1000 രൂപയ്ക്ക് അവർക്ക് പോയിട്ട് വരാം. വിശാലമായ കായലിലൂടെ പല വഴിക്കും ചേർത്തല, മുഹമ്മ, വൈക്കം തുടങ്ങി പല നാട്ടിലേക്ക് പോകാമല്ലോ. നമ്മുടെ കാറുകളിലുള്ളതുപോലെ GPS-ഉം നാവിഗേഷൻ സിസ്റ്റവും ഒക്കെ ഇതിലുണ്ട്. മണിക്കൂറിൽ ശരാശരി 30 കിലോമീറ്റർ സ്പീഡ് എന്ന നിലയിൽ 5 മണിക്കൂർ കൊണ്ട് 55 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ബോട്ടാണിത്. ഇത് പുറത്തിറക്കിയിട്ട് 2 വർഷമേ ആകുന്നുള്ളൂ. ഇതിന്റെ കോസ്റ്റ് 1,90,00,000 രൂപയാണ്. ലഞ്ച് കഴിക്കാൻ സമയമായി എന്ന അറിയിപ്പ് കിട്ടി. പാതിര മണലിലെത്താൻ ഇനി അരമണിക്കൂറേ ഉള്ളൂ. അതിനുള്ളിൽ ഊണ് കഴിഞ്ഞിരിക്കണം. സീറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ലഞ്ചിൻ്റെ കാര്യം കൂടി പറഞ്ഞിരിക്കണം. എങ്കിലേ അത് കിട്ടുകയുള്ളൂ. അവിയൽ, സാമ്പാർ, തോരൻ, അച്ചാർ എന്നിവയായിരുന്നു ഊണിൻ്റെ വട്ടങ്ങൾ. താറാവ് കറി, ചിക്കൻ കറി, കരിമീൻ ഫ്രൈ, കരിമീൻ പൊള്ളിച്ചത് എന്നിവയായിരുന്നു സ്പെഷ്യൽ ഐറ്റംസ്. ഊണിന് 100 രൂപയാണ് ചാർജ്. സ്പെഷ്യലിന് വേറെ കൊടുക്കണം. കാത്തുകാത്തിരുന്ന് ഞങ്ങൾ പാതിരാമണലിൽ എത്തിച്ചേർന്നു. ചേർത്തല താലൂക്കിലെ തണ്ണീർമുക്കം തെക്ക് വില്ലേജില് 19.6 ഹെക്ടർ വിസ്തീർണമുള്ള ദ്വീപാണ് പാതിരാമണൽ. കരക്കണ്ടൽ, ചക്കരക്കണ്ടൽ, കൊമ്മാട്ടി തുടങ്ങിയ കണ്ടൽ വനങ്ങളുടെ അപൂർവ ശേഖരം ഇവിടെയുണ്ട്.
പലതരം മത്സ്യങ്ങളുടെയും ജലജീവികളുടെയും പ്രജനന കേന്ദ്രം, പ്രൊഡക്ഷൻ സെന്ററുമാണ് പാതിരാമണൽ. അതുപോലെ തന്നെ ദേശാടനത്തിനെത്തുന്ന ഒരുപാട് പക്ഷികളുടെയും. കേരള ഗവൺമെന്റിന്റെ പരിസ്ഥിതി സംരക്ഷണ ഏജൻസിയുടെ സഹകരണത്തോടെ മുഹമ്മ ഗ്രാമപഞ്ചായത്തിനാണ് ദ്വീപിന്റെ സംരക്ഷണ ചുമതല. ഞങ്ങൾ ചെല്ലുമ്പോൾ 11 മണിക്ക് പുറപ്പെട്ട വേഗ എന്ന ബോട്ട് അവിടെ കിടപ്പുണ്ട്. അതിലെ യാത്രക്കാർക്ക് ലഞ്ച് ടൈമാണ്. പക്ഷേ ദ്വീപിലിറങ്ങി ലഞ്ച് കഴിക്കാൻ അവർക്ക് അനുവാദമില്ല. വേഗയ്ക്കുള്ളിലൂടെയാണ് ഞങ്ങൾ ദ്വീപിലിറങ്ങിയത്. ഇതേ റൂട്ടിലോടുന്ന വേഗയിൽ 120 പേർക്ക് സഞ്ചരിക്കാം. ഒരാൾക്ക് AC-യിൽ 600 രൂപയും നോൺ AC-യിൽ 400 രൂപയുമാണ് ഫീസ്. പാതിരാമണലിൽ ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും എൻട്രൻസ് ഫീ ആയി 20 രൂപ വെച്ച് കൊടുക്കണം. നമ്മുടെ യാത്രയിൽ പാതിരാമണൽ എന്ന് പറയുന്ന ഈ കൊച്ചു ദ്വീപിൽ മാത്രമേ ഇറങ്ങുന്നുള്ളൂ. അതും അരമണിക്കൂറേ ഉള്ളൂ. ഇത് ശരിക്കും മാൻമെയ്ഡ് ഒന്നുമല്ല, തന്നെത്താനുണ്ടായ ഒരു ദ്വീപാണ്. ഒരുപാട് പക്ഷികൾ, അതേപോലെ തന്നെ ഷഡ്പദങ്ങൾ, ബട്ടർഫ്ലൈസ് ഒക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വഴികളുണ്ട്. തെറ്റാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അകത്ത് കയറിയ ശ്രദ്ധിച്ചില്ലെങ്കിൽ 2 മണിക്കൂർ എടുക്കും പുറത്ത് വരാനായിട്ട്, ചെറിയ ദ്വീപാണെങ്കിൽ പോലും. നല്ല രസമല്ലേ? ശരിക്കും നല്ലൊരു വനമാണ്. നമുക്ക് കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. പക്ഷെ നമുക്ക് സമയമില്ല. ഉള്ള സമയം കൊണ്ട് നമുക്ക് കണ്ടിട്ട് വരാം. ഇവിടെ പുകവലി, മദ്യപാനം ഒന്നും സമ്മതിക്കുകയില്ല. പ്ലാസ്റ്റിക് ഒന്നും ഇടുവാനും സാധിക്കുകയില്ല. ഞാൻ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് നടന്നു. വളരെ സൈലൻ്റായ ഒരു നാച്ചുറൽ ഫോറസ്റ്റ് എന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്തത്. ശലഭങ്ങളും പുഷ്പങ്ങളും വള്ളിച്ചെടികളും അവയ്ക്കിടയിലൂടെ നീണ്ട ഇടവഴികളും നമ്മെ സമാധാനത്തിൻ്റെ തീരത്തെത്തിക്കുന്നു. അരമണിക്കൂറാണ് ഇവിടെ അനുവദിച്ചിട്ടുള്ള സമയം. 1 കിലോമീറ്റർ നടന്ന് അങ്ങേയറ്റത്തെത്തി. അവിടെ 4 ഊഞ്ഞാലുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കും പേരൻസിനും സന്തോഷമായി. ഞാൻ തിരിച്ചു നടന്നു. എന്തിനാണ് 20 രൂപ എൻട്രൻസ് ഫീ ആയി വാങ്ങുന്നതെന്ന് ഞാൻ ചിന്തിച്ചു കൊണ്ടേയിരുന്നു. അതിന് തക്ക ഒരു സൗകര്യവും അവിടെ ഞാൻ കണ്ടില്ല. ആകെ ഒരു സൗകര്യം എന്ന് പറയാവുന്നത് ഒരു ടോയ്ലറ്റ് മാത്രമാണ്. പാതിരാമണലിൽ നിന്ന് നേരെ വടക്കോട്ട് നോക്കിയാൽ തണ്ണീർമുക്കം ബണ്ട് കാണാം. കടലിൽ നിന്നുള്ള ഉപ്പുവെള്ളം കുട്ടനാട്ടിലേക്ക് കയറാതിരിക്കുവാൻ 1974 തണ്ണീർമുക്കത്തിനും വെച്ചൂരിനും ഇടയ്ക്ക് വേമ്പനാട്ട് കായലിൽ പണിത വലിയ ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും വിചാരിച്ച ഫലം കിട്ടിയില്ല. ആ കാണുന്നത് വെച്ചൂർ എന്ന ഗ്രാമമാണ്. തണ്ണീർമുക്കം ബണ്ടിലൂടെ കടന്നു പോകുന്ന വണ്ടികളൊക്കെയും അംബിക മാർക്കറ്റിൽ നിന്ന് ഇടത്തോട്ട് വൈക്കത്തേക്കും വലത്തോട്ട് വെച്ചൂർ വഴി കോട്ടയത്തേക്കും പോകുന്നു. അതിനിടയ്ക്കാണ് കുമരകം. കോട്ടയംകാർക്ക് കുമരകം ജെട്ടിയിലെത്തി ബോട്ട് പിടിച്ചാൽ മുഹമ്മയിലെത്തി ചേർത്തലയിലേക്കോ ആലപ്പുഴയിലേക്കോ പോകാം. പാതിരാമണലിൽ നിന്നും 4 കിലോമീറ്റർ അകലെയുള്ള കുമരകത്തെ കായൽ കാഴ്ചകളും കണ്ടുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത്. കാണുന്നതെല്ലാം ടൂറിസ്റ്റ് റിസോർട്ടുകളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസോർട്ടുകളുള്ളത് കുമരകത്താണെന്ന് പറയാം. കായൽ നിലങ്ങളും പരന്ന പാടശേഖരങ്ങളും തോടും പുഴയും തെങ്ങിൻ തോപ്പുകളും കൊണ്ട് അതിമനോഹരമായ കുമരകം ഇന്നൊരു ഇന്റർനാഷണൽ ടൂറിസ്റ്റ് സ്പോട്ടായി അറിയപ്പെടുന്നു. (1878) ആൽഫ്രഡ് ബേക്കർ തിരുവിതാംകൂർ മഹാരാജാവിന്റെ അനുമതിയോടെ കുമരകത്തൊരു എസ്റ്റേറ്റ് ഉണ്ടാക്കി, കവണാറ്റിൻകര എസ്റ്റേറ്റ്. അതിൽ നല്ലൊരു ബംഗ്ലാവും താമരക്കുളവും അദ്ദേഹം പണികഴിപ്പിച്ചു. ഇന്നും അതവിടെ തന്നെ ഉണ്ട്. അവിടെ ഒരു ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട്.
ഏകദേശം 14 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു പക്ഷി സങ്കേതം ഇവിടെ. ഒട്ടനവധി പക്ഷികളും ജലപക്ഷികളും ഇവിടെയുണ്ട്. കാലാകാലങ്ങളിൽ ദേശാടന പക്ഷികളും ഇങ്ങോട്ട് വരാറുണ്ട്. പക്ഷികളെയും കണ്ട് കായൽ യാത്ര ആസ്വദിക്കുവാൻ ഒരുപാട് വിസിറ്റേഴ്സ് ദിവസവും കുമരകത്തെത്തുന്നുണ്ട്. താമസത്തിന് വൻകിട ഹോട്ടലുകൾ മുതൽ സാധാരണക്കാർക്ക് താങ്ങാവുന്ന തരത്തിൽ ഇക്കോണമി ഹോം സ്റ്റേ പാക്കേജസും കുമരകത്തുണ്ട്. ഞങ്ങളുടെ ബോട്ട് കുമരകം കഴിഞ്ഞ് കുട്ടനാട്ടിൻ്റെ ഗ്രാമഭംഗിയിലേക്ക് കടന്നു. എവിടെ നോക്കിയാലും തെങ്ങിൻ നിരകൾ അതിരിട്ട പച്ചപ്പാടങ്ങൾ. കുട്ടനാടെന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് വെള്ളത്താൽ ചുറ്റപ്പെട്ട തുരുത്തുകളായിരുന്നു. ഒരു തുരുത്തിൽ നിന്ന് മറ്റൊരു തുരുത്തിലേക്ക് പോകണമെങ്കിൽ വള്ളം വേണമായിരുന്നു. തനിക്ക് മാത്രം സഞ്ചരിക്കുവാനായി അച്ഛൻ ഒരു കൊച്ചുവള്ളം വാങ്ങി തന്നിരുന്നു എന്ന് കുട്ടനാടിൻ്റെ കഥാകാരനായ തകഴി ഒരിടത്ത് എഴുതിയത് ഞാൻ വായിച്ചു. ഇവിടുത്തെ വെള്ളപ്പൊക്കം, അതിനെക്കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വെള്ളപ്പൊക്കത്തിൽ എന്നൊരു കഥ. അങ്ങനെ വള്ളങ്ങളിലും ബോട്ടുകളിലുമായി കുട്ടനാട്ടുകാർ ജീവിച്ചു. പ്രകൃതിയോട് പടവെട്ടി കൃഷി ഇറക്കിയ ആ പഴയ കാലം ഇന്നും പഴമക്കാരുടെ മനസ്സിലുണ്ട്. ഈ പാടശേഖരങ്ങൾക്ക് റാണി, ചിത്തിര, മാർത്താണ്ഡം എന്നായിരുന്നു വെളിപ്പേരുകൾ. മുഴുവനും കായൽ നികത്തിയെടുത്ത കൃഷിനിലങ്ങൾ. അവിടെ പ്രകൃതിയോട് മല്ലിട്ട് മണ്ണിൽ മടകെട്ടി വരമ്പ് പിടിച്ച് പാടത്ത് 100 മേനി നെല്ല് വിളയിച്ചത് ജോസഫ് മുരിക്കൻ എന്ന മുരിക്കുമൂട്ടിൽ ഔദച്ചൻ. 2ാം ലോകമഹായുദ്ധകാലത്തെ ഭക്ഷ്യക്ഷാമത്തിന് പരിഹാരമായി തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു മുരിക്കൻ കൃഷി ഇറക്കിയത്. അന്ന് ഇതുപോലെ അധ്വാനിക്കാൻ മനസ്സുള്ള വേറെയും കർഷകർ കുട്ടനാട്ടിലുണ്ടായിരുന്നു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട എന്നീ ജില്ലകളിലായി കുട്ടനാട് വ്യാപിച്ചു കിടക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 3 മുതൽ 6 അടി വരെ താഴ്ചയിലാണ് കുട്ടനാടൻ പാടങ്ങൾ. അതുകൊണ്ടാണ് കുട്ടനാടിനെ കേരളത്തിലെ ഹോളണ്ട് എന്ന് വിളിക്കുന്നത്. ബുദ്ധമത സ്വാധീനമുണ്ടായിരുന്ന ഒരു നാട് കൂടിയായിരുന്നു ഇത്. അതിൻ്റെ തെളിവായി കരിമാടിക്കുട്ടൻ എന്ന ബുദ്ധവിഗ്രഹം അമ്പലപ്പുഴയ്ക്കടുത്ത് കരിമാടിത്തോടിൻ്റെ കരയിൽ ഇപ്പോഴും കാണാം. ഇത് കൂടാതെ കരുനാഗപ്പള്ളിയിലും മാവേലിക്കരയിലും ബുദ്ധവിഗ്രഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വൻമരങ്ങൾ തിങ്ങി നിറഞ്ഞ ഖാണ്ഡവവനം എന്ന കാടായിരുന്നു ഇവിടമെന്ന് പുരാണം പറയുന്നു. ഒരിക്കൽ വലിയ തീപിടുത്തമുണ്ടായി കാട് മുഴുവൻ കത്തി നശിച്ചു. എല്ലാം വെന്ത് വെണ്ണീറായി. എന്തെങ്കിലും ആവശ്യത്തിന് കുട്ടനാട്ടിൽ മണ്ണ് കുഴിക്കുമ്പോൾ കത്തിയ കറുത്ത തടികൾ ഇപ്പോഴും കണ്ടെത്താറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. അങ്ങനെ അന്നത്തെ ചുട്ടനാടാണ് കുട്ടനാടായി മാറിയതെന്ന് ദേശചരിത്രം. വേമ്പനാട്ട് കായലിൽ ഇന്ന് എവിടെ നോക്കിയാലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കെട്ടുവള്ളങ്ങളെ കാണാം. ഓരോന്നും സ്റ്റാർ ഹോട്ടൽ പോലെ സുന്ദരം. ഹണിമൂൺ ട്രിപ്പും കോൺഫറൻസും ഒഴിവു ദിനത്തിലെ വിനോദയാത്രയും മറ്റും ഹൗസ് ബോട്ടിലാണ് നടന്നു വരുന്നത്. ഏവരും ഇഷ്ടപ്പെടുന്ന കായൽ ടൂറിസം. അത് എന്നത്തേക്കാളും സജീവമാണിപ്പോൾ. നമ്മൾ ആർ ബ്ലോക്കിനടുത്തുകൂടിയാണ് കടന്നു പോകുന്നത്. ഇവിടെ പണ്ട് കൃഷിയും തെങ്ങുചെത്തും ഉണ്ടായിരുന്നു. കള്ള് വിൽപ്പനയുണ്ടായിരുന്നു. കള്ള് ഷാപ്പുകളുണ്ടായിരുന്നു. അവിടെയൊക്കെ രുചിയേറിയ ഷാപ്പ് കറികളും ഉണ്ടായിരുന്നു. ഇപ്പോഴും കൊഞ്ചും ഞണ്ടും കക്കയിറച്ചിയും താറാവിറച്ചിയും ഒക്കെ കിട്ടുന്ന നാടൻ കടകൾ കുട്ടനാട്ടിൽ എവിടെയും കാണാം. പണ്ടിവിടെ ജന്മി കുടിയാൻ സമ്പ്രദായം ഉണ്ടായിരുന്നു. അക്കാലത്ത് കൃഷി തീർത്തും ഒരു ഭാഗ്യപരീക്ഷണമായിരുന്നു. അമ്ലത്വം കൂടിയ മണ്ണ്, ഇടയ്ക്കിടെ മടവീഴ്ച, കീടശല്യം, ജലപ്രളയം, വരൾച്ച, അതിവൃഷ്ടി, അനാവൃഷ്ടി, ഇങ്ങനെ കൃഷിയെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളെ അവർക്ക് നേരിടേണ്ടി വന്നിരുന്നു. ഇതിനൊക്കെ പരിഹാരമെന്ന നിലയ്ക്കാണ് കുട്ടനാട് വികസന പാക്കേജിന് രൂപം നൽകിയത്. ഒരിക്കൽ ഞാനും കുട്ടനാട്ടിൽ വന്ന് 5-6 ദിവസം താമസിച്ചത് ഓർമ്മയുണ്ട്. അത് പ്രശസ്ത കഥാകൃത്ത് എം മുകുന്ദൻ്റെ ആണിനെയും പെണ്ണിനെയും കുറിച്ച് എന്ന കഥ ഒരു ടെലിവിഷൻ ചിത്രമാക്കുന്നതിന് വേണ്ടിയായിരുന്നു. അഭിനേതാക്കളായി സിനിമാ നടന്മാരായ GK പിള്ള, ബോബൻ ആലുമൂടൻ എന്നിവരൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മുഴുവൻ കഥയും മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ പറയാം.
വെയിൽ ചാഞ്ഞപ്പോൾ യാത്രക്കാരിൽ ഒരു 80% ഡെക്കിൽ വന്ന് ഫോട്ടോഷൂട്ട് തുടങ്ങി. സെൽഫി എടുക്കാൻ കുട്ടികൾക്കായിരുന്നു കൂടുതൽ താല്പര്യം. ഒരിക്കലെങ്കിലും കുട്ടനാടിൻ്റെ മനോഹരമായ ഹൃദയഭൂമിയിലൂടെ കടന്നുപോകാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ യാത്രയുടെ മധുരമുള്ള ഓർമ്മകൾ ഞങ്ങളുടെ മനസ്സിൽ നിന്നും ഒരിക്കലും മായുകയില്ല. ഭൂപരിഷ്കരണത്തോടെ കുട്ടനാട്ടിലെ സാമൂഹ്യ അന്തരീക്ഷത്തിന് മാറ്റം വന്നു. ജന്മികളില്ലാതായി. പാവപ്പെട്ടവരും ഭൂ ഉടമകളായി. തോടുകൾ റോഡായി. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് വന്നു. വാഹനങ്ങൾ പലയിടത്തും ഓടിത്തുടങ്ങി. ഭാരം കയറ്റിപ്പോയിരുന്ന കെട്ടുവള്ളങ്ങൾ ഹൗസ് ബോട്ടുകളായി തീർന്നു. ഇവയിൽ കൂടുതലും ലക്ഷറി ബോട്ടുകളാണ്. 2 നിലകളുള്ളതും 6 മുറികളുള്ളതുമുണ്ട്. വലിയ കോൺഫറൻസ് ഹാളുള്ള ബോട്ടുകളുമുണ്ട്. സിനിമാക്കാർക്കും ബിസിനസ് മാഗ്നറ്റുകൾക്കും ഹോട്ടലുകൾക്കും സ്വന്തമായ ഹൗസ് ബോട്ടുകളുണ്ട്. വേമ്പനാട്ട് കായൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാന പ്രശ്നം മലിനീകരണമാണ്. കായൽ വിസ്തൃതി വല്ലാതെ കുറഞ്ഞിട്ടുണ്ട് എന്നത് കൂടാതെ അടിഭാഗത്ത് ചെളി കലർന്ന എക്കലും കണ്ടമാനം പ്ലാസ്റ്റിക്കും അടിഞ്ഞുകൂടുന്നുണ്ടത്രേ. പരിസ്ഥിതി ശാസ്ത്രജ്ഞർ ഇത് വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത്. ജലജീവികളും കക്കയും കരിമീനടക്കമുള്ള വിവിധതരം മത്സ്യങ്ങളും കാര്യമായി കുറയുന്നു എന്നതാണ് ഇതിന്റെ ഫലം. അതുപോലെ മറ്റൊരു പഠനത്തിൽ വേമ്പനാട്ട് കായലിന്റെ ജലസംഭരണ ശേഷി 77% കുറഞ്ഞതായും കാണുന്നു. ജൈവ വൈവിധ്യത്തിന്റെ കലവറയായ ഈ തണ്ണീർത്തടത്തെ രക്ഷിക്കുവാൻ നമുക്കെന്ത് ചെയ്യാനാവും എന്ന് ചിന്തിക്കണം. ബോട്ടിൽ പാട്ടും ഡാൻസും തുടങ്ങിയ ശബ്ദം കേട്ടാണ് ഞാൻ മനോരാജ്യത്തിൽ നിന്നും വരുന്നത്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന് ആലപ്പുഴയിലെ ഈ സി കുട്ടനാട് ബോട്ട് യാത്ര പോലെ കൊല്ലത്ത് സി അഷ്ടമുടി എന്നൊരു ട്രിപ്പും ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ പറയാം. 9400050390 9400500390. ഇപ്പോൾ വൈകുന്നേരം 4:45. ഞങ്ങളുടെ ബോട്ട് പുന്നമടക്കായൽ കടന്ന് ആലപ്പുഴ പട്ടണത്തിലെ കനാലിലേക്ക് ഇറങ്ങി മാതാ ജെട്ടിയിലെത്തിയിരിക്കുന്നു. എനിക്ക് കഴിഞ്ഞ 5 മണിക്കൂർ അരമണിക്കൂർ പോലെയാണ് കടന്നുപോയത്. സുന്ദരമായ ആ അനുഭവം ഉള്ളിലൊതുക്കി ഞാൻ ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങി.